ഒരു പറ്റം പെൺകുട്ടികളെ, ചെറുപ്പക്കാരികളായുള്ള പെൺകുട്ടികളെ ചേർത്ത് വെച്ച് എൻ്റെ വീട്ടിൽ 20,000 മുതൽ 40,000 രൂപ വരെ ഫ്രീഡത്തോടുകൂടി, എൻജോയ്മെൻറ്റോടുകൂടി അവരുടെ മുഖത്തിലെ ഓരോ സങ്കടങ്ങളും മാറ്റിവെച്ച് അവർക്ക് ഞാൻ ജോലി കൊടുത്തപ്പോൾ ഇന്ന് ആരോ എവിടെ നിന്നോ വന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞാനെന്ന വ്യക്തിയെപ്പോലും അറിയാതെ എൻ്റെ സ്ഥാപനത്തിനെ, എന്നെ പബ്ലിക് മീഡിയയിൽ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഒളിവിയ ഡിസൈൻസ്, അതേ സുഹൃത്തുക്കളെ, ഒളിവിയ ഡിസൈൻസ് പൂട്ടിപ്പോകാൻ ഒരുങ്ങുകയാണ്. അത് പറഞ്ഞത് മറ്റവരല്ല, ഈ സ്ഥാപനത്തിലെ മുതലാളിയായിട്ടുള്ള സ്ത്രീ തന്നെയാണ്. ഇതും പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടിട്ടുള്ളത്. എന്താ പറഞ്ഞതെന്ന് അറിയോ? ഇവരുടെ ഓൺലൈൻ ബിസിനസ് കംപ്ലീറ്റ് പൂട്ടാൻ പോവാണ് അത്ര. ഈ ഒളിവിയ ഡിസൈൻസ് ആരാണ്, എന്താണെന്നൊന്നും ആരും മറന്നിട്ടില്ലല്ലോ അല്ലെ? അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റൂലല്ലോ അല്ലെ? 2 ദിവസം മുന്നെയാണ് നമ്മൾ ഒളിവിയ ഡിസൈൻസിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളെ കുറിച്ച് സംസാരിച്ചത്. ഒരുപാട് പേർ നിരന്തരം റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. അതായത് പത്തനംതിട്ടയിലെ അടൂരിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടി നടത്തുന്ന ഒരു സംരംഭമാണ് ഒളിവിയ ഡിസൈൻസ് എന്ന് പറയുന്നത്. ഒരു തുണിക്കട, പെൺകുട്ടികൾക്കുള്ള കുർത്തിയാണ് ഇവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവർക്ക് നേരെ ഉണ്ടായ ആരോപണം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികളെ ജോലിക്ക് എടുത്ത് ടോർച്ചർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവര് കുറെ കാലമായിട്ട് വലിയ സംഭവമാക്കി കൊണ്ട് നടന്ന ഒരു കാര്യമായിരുന്നു. ഒരുപാട് പെൺകുട്ടികൾക്ക് നല്ല സാലറിയോട് കൂടി ജോബ് കൊടുക്കുന്നു എന്നുള്ളത്. ഇവരുടെ പോപ്പുലാരിറ്റി ഇത്രയും വർദ്ധിക്കാൻ ഇവരുടെ ലേഡീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ നിലപാട് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ 4 ദിവസം മുന്നേ കൺമണി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അവരുടെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടു. ഒളിവിയ ഡിസൈൻസിനെ കുറിച്ച് എല്ലാവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചുകൊണ്ടാണ് ആ വീഡിയോ. ആ വീഡിയോയുടെ കമന്റ് ബോക്സ് മൊത്തം ഒളിവിയ ഡിസൈൻസിനെതിരെയും അതിന് മുതലാളിക്കെതിരെയുമുള്ള ആരോപണങ്ങൾ കൊണ്ട് അങ്ങ് നിറഞ്ഞു എന്നുള്ളതാണ്. 25,000 40,000 ഒക്കെയാണ് ശമ്പളം. അതുപോലെ തന്നെ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഇങ്ങനത്തെ വലിയ ഓഫറൊക്കെ കൊടുത്തിട്ടാണ് ഇവർ ആൾക്കാർ ജോലിക്ക് എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ജോലിക്ക് കയറി കഴിഞ്ഞാണെങ്കിൽ ഇവരുടെ മട്ടും ഭാവമൊക്കെ മാറും. ഫ്രീ ആണെന്ന് പറഞ്ഞ ഫുഡിനൊക്കെ പിന്നെ പൈസ കൊടുക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത മാസം ശമ്പളത്തിൽ നിന്നും ഡബിൾ ഫൈൻ ഈടാക്കും. പിന്നെ വേറെയും കുറെ ഫൈനും എല്ലാം കൂടി പിടിച്ചു വരുമ്പോഴേക്കും പല പെൺകുട്ടികൾക്കും പറഞ്ഞതിന് പകുതി സാലറിയെ കിട്ടാറുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർക്കെതിരെ ഉയർന്നു വന്ന മറ്റൊരു ആരോപണമായിരുന്നു ജാതിയും മതവും നോക്കി സ്റ്റാഫിനെ ജോലിക്ക് എടുക്കുന്നു എന്നുള്ളത്. അതുപോലെ ഒരു സ്റ്റാഫിനെ മർദ്ദിച്ചതിന്റെ പേരിൽ ഇവർക്കെതിരെ കേസും നടക്കുന്നുണ്ട്. അങ്ങനെ നന്മമാരൊക്കെ ചമഞ്ഞ് മൊത്തത്തിൽ ഉടായ്പ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവരെന്നാണ് എല്ലാവരും പറയുന്നത്. ഒളിവിയുടെ മുതലാളി അവിടുത്തെ സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് ക്ലിപ്പൊക്കെ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ സംഭവം കയറി വൈറലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒളിവിയ ഡിസൈൻസിനെതിരെയും അതിന് ഓണേഴ്സ് ആയിട്ടുള്ള ഭാര്യയ്ക്കും ഭർത്താവിനും എതിരെയും ഒക്കെ 4 ഭാഗത്ത് നോക്കി വരാൻ തുടങ്ങുന്നതാണ്. അങ്ങനെ ഗതികെട്ട അവസാനം ഞങ്ങൾ പൂട്ടിപ്പോവാൻ പോവാണ്, ഞങ്ങൾ എല്ലാവരും നശിപ്പിച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 3 വർഷക്കാലം വേൾഡ് വൈഡായി നല്ല വിജയം കൈവരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒലിവിയയുടെ ഓൺലൈൻ ഓഫീസ് സ്റ്റോപ്പ് ചെയ്യുന്ന വിവരം അറിയിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ 20 വർഷക്കാലമായി ഞങ്ങളുടെ സ്വന്തം നാടായ അടൂരിൽ ഞങ്ങളുടെ നാട്ടുകാരുടെ ഏറ്റവും വലിയ സപ്പോർട്ട് കൊണ്ട് കുതിച്ചുയർന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഷോപ്പ് മുൻപോട്ട് പോകുന്നത്. അതിനി അതിലും സ്ട്രോങ് ആയിട്ട് തന്നെ മുൻപോട്ട് പോകും. മറ്റു പല ബ്രാഞ്ചുകളും സ്റ്റോപ്പ് ചെയ്ത ശേഷമാണ് ഈ ഒരു 3 വർഷക്കാലം ഈ ഒരു ഓൺലൈനിനു വേണ്ടി അതുപോലെ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. 8,000-ഉം 10,000-ഉം സാലറി വാങ്ങി പല സ്ഥലങ്ങളിലും സ്ട്രെസ്സും സ്ട്രെയിനും എടുത്ത് പല പെൺകുട്ടികളും ജോലി ചെയ്തപ്പോൾ അവരുടെ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു വരുമാനം കിട്ടിയാൽ ആ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നതെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ലാഭത്തിനെയൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ ഒരു വെബ്സൈറ്റ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും, ബുദ്ധിയുള്ള ആർക്ക് വേണമെങ്കിലും ചിന്തിക്കാം, ഇന്നത്തെ ബിസിനസ്സിൻ്റെ ഏറ്റവും എല്ലാ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായ വെബ്സൈറ്റ്. അതുകൊണ്ടാണ് മറ്റുള്ള ഷോപ്പുകാർക്ക് നേരെ ഒരു ആക്രമണവും അല്ലെങ്കിൽ ഇതൊന്നും നേരിടേണ്ടി വരാത്തത്. ആ വെബ്സൈറ്റിൽ കൂടെ ഞങ്ങൾ മുൻപോട്ട് പോവുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ഞങ്ങളുടെ എക്സ്പെൻസ് ഒഴിവാക്കാവുന്നത്. ഇത്രയും AC വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം, അവിടുത്തെ കറണ്ട് ബില്ല്, മറ്റ് എക്സ്പെൻസുകൾ, സ്റ്റാഫുകളുടെ ഹോസ്റ്റലുകൾ, അതേപോലെ തന്നെ രാവിലെ 11 മണിക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസ്, ഫുൾ എൻജോയ്മെൻറ്റോടുകൂടി നല്ല ഫ്രീഡത്തോടു കൂടി സഹോദരിമാരെ പോലെ എൻ്റെ വീട്ടിൽ ഇവരെ ഞാൻ ചേർത്ത് വെച്ചു. സഹോദരിമാരെ പോലെ ചേർത്ത് വെച്ചു നോക്കെ. സ്നേഹിച്ചത് കൂടി പോയതാണ്ടായിരിക്കൂലേ ഇപ്പൊ എല്ലാരും കൂടി ഗുരുതരമായിട്ടുള്ള പരാതികളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. വെറുതെ അടിച്ചു വിടന്നെ. നമ്മൾ കേട്ടതാണ് നിങ്ങളെ ഭർത്താവിന്റെ വോയിസ് ക്ലിപ്പൊക്കെ. അതിൽ ഈ സഹോദരിമാരോടുള്ള സ്നേഹം ഞങ്ങൾ ആരും കേട്ടില്ലല്ലോ. അടിമകളോടുള്ള ഭീഷണി പോലെയാണ് ആ വോയിസ് കേട്ടപ്പോ തോന്നിയത്. അല്ല, അറിയാത്തോണ്ട് ചോദിക്കാണ്. ഒടുക്കത്തെ ലാഭത്തിൽ പോണ സ്ഥാപനാണെന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ എന്തിനാണ് കെട്ടിപ്പുട്ടി പോകുന്നത്? പൊന്മുട്ടിടുന്ന താറാവിന് ആരെങ്കിലും കൊല്ലോ? എന്തായാലും ഞാനത് വിശ്വസിക്കാൻ പോണില്ല. ഇവർക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് ഓൺലൈൻ വഴിയാണ്. ഇപ്പോഴത്തെ ഈ ആരോപണം കാരണം നിർത്താൻ പോവാണെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ അത് വിശ്വസിക്കാൻ വേറെ ആളെ നോക്കണം മിസ്റ്റർ. ഇതിപ്പോ നൈസായിട്ട് വിക്ടിം കാർഡ് ഇറക്കാനുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ സ്ഥാപനത്തെ നശിപ്പിച്ചില്ലേ, ഞങ്ങൾ ബിസിനസ് നിർത്താൻ പോവാണ്, എത്രയോ പെൺകുട്ടികളും അവരുടെ കുടുംബവും നിങ്ങളെ കാരണം വഴിയാധാരാവാൻ പോവാണ്. ഈ ഒരു സെന്റിമെന്റൽ ലൈനാണ് ചേച്ചി കയറി പിടിച്ചിട്ടുള്ളത്. ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാനുള്ള ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും ബാക്കി കൂടി കണ്ടോക്കാം.
ഇന്ന് എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് 20,000 മുതൽ 40,000 രൂപ വരെ സാലറി വാങ്ങി ഒരു ഓണത്തിന് പോലും അവധി കൊടുക്കല്ലേ, എൻ്റെ വീട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എൻ്റെ കാല് പിടിച്ചവർ, ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ടവർ, എല്ലാത്തിനുമുള്ള കൃത്യമായ എവിഡൻസുകൾ അവരോരോരുത്തരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം എൻ്റെ കയ്യിൽ പ്രൂഫായിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഇത്രയും വളർന്നു നിൽക്കുന്ന ഈ ഒരു സ്ഥാപനം, ഇത്രയും പെൺകുട്ടികൾ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അന്വേഷിക്കാം, ഇത്രയും ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ വെച്ച് ഏതെങ്കിലും ഒരു സ്ഥാപനം ജോലി കൊടുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കേരളത്തിലെ ഓരോ സ്ഥാപനങ്ങളിലും പോയി അന്വേഷിക്കാം. ഒരു ജുവലറി പോലും നിൽക്കുന്ന ഒരു ആൺകുട്ടി പോലും സന്തോഷിക്കുന്നില്ല, അവരുടെ മുഖത്തൊരു പുഞ്ചിരിയില്ല. കാരണം അവർക്ക് ഓവർ സ്ട്രെയിൻ ചെയ്ത് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ അവരത്രത്തോളം മാനസികമായി ബുദ്ധിമുട്ടുന്ന അങ്ങനത്തെ അടിമകളെ പോലെ പണിയെടുക്കുന്ന കേരളത്തിലെ ഈ സ്ഥാപനങ്ങൾക്കിടയിൽ വേറിട്ട് നിന്നുകൊണ്ട് ഒരു പറ്റം പെൺകുട്ടികളെ, ചെറുപ്പക്കാരികളായുള്ള പെൺകുട്ടികളെ ചേർത്ത് വെച്ച് എൻ്റെ വീട്ടിൽ 20,000 മുതൽ 40,000 രൂപ വരെ ഫ്രീഡത്തോടുകൂടി, എൻജോയ്മെൻറ്റോടുകൂടി അവരുടെ മുഖത്തിലെ ഓരോ സങ്കടങ്ങളും മാറ്റിവെച്ച് അവർക്ക് ഞാൻ ജോലി കൊടുത്തപ്പോൾ ഇന്ന് ആരോ എവിടെ നിന്നോ വന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞാനെന്ന വ്യക്തിയെ പോലും അറിയാതെ എൻ്റെ സ്ഥാപനത്തിനെ, എന്നെ പബ്ലിക് മീഡിയയിൽ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഈ സ്ഥലങ്ങളിൽ മുഴുവനും കൊടുത്തിരിക്കുന്നത് എൻ്റെ സ്റ്റാഫുകളുടെ നമ്പറാണ്. അറ്റ്ലീസ്റ്റ് അവർക്ക് അവരെ വിളിച്ചൊന്ന് അന്വേഷിക്കാം, എന്നെ വിളിച്ചൊന്ന് അന്വേഷിക്കാം. അതൊന്നും ചെയ്യാതെ കഴിഞ്ഞ കുറേ നാളുകളായി പലരുടെ ഗൂഢാലോചനകളോടുകൂടി എൻ്റെ സ്ഥാപനത്തിനെ പൂട്ടിക്കാൻ വേണ്ടി പല മേഖലകളിൽ നിന്നുള്ളവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒടുക്കൽ അവരുടെ ആ ഒരു ആഗ്രഹം സഫലമായിരിക്കുകയാണ്. ഞാനിത് സ്റ്റോപ്പ് ചെയ്യുന്നു. ശരി, ആര് ഗൂഢാലോചന ചെയ്തു നിങ്ങൾ ഇപ്പൊ അറിയണത്? നിങ്ങളുടെ സ്ഥാപനത്തിന് ജോലി ചെയ്തതും ഇന്റർവ്യൂവിന് വന്ന പെൺകുട്ടികളൊക്കെയാണ് ഇപ്പൊ ആരോപണങ്ങളായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അതല്ലാതെ വേറെ ആരെങ്കിലും ഇതിന് പിറകിൽ ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് പറയാനുള്ള ചങ്കൂറ്റങ്ങൾ കാണിക്കണം. അതല്ലാതെ ഞങ്ങൾ നിർത്തി പോവാണേ എന്ന് പറഞ്ഞ് കരയല്ല വേണ്ടത്. അവിടെ ഇവിടെ തൊടാതെ സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്കെതിരെ വ്യാപകമായി ഉയർന്നു വരുന്ന ഈ ആരോപണങ്ങളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാനും കൃത്യമായി മറുപടി കൊടുക്കാനും നിങ്ങൾക്ക് പറ്റണം. നിങ്ങൾ പറയുന്നുണ്ടല്ലോ സ്റ്റാഫുകൾക്ക് ഇത്രയും സുഖ സൗകര്യങ്ങളുള്ള ഒരു സ്ഥാപനമാണ് ഞങ്ങളുടേത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസങ്ങളാവുന്നതിന് മുമ്പേ തന്നെ ഇറങ്ങിപ്പോകുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബോണ്ട് വെക്കേണ്ടി വരുന്നത്? ഇത്രയും നല്ല സുഖ സൗകര്യമുള്ള, ഇത്രയും നല്ല സാലറി കിട്ടുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങളുടേതെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്തായാലും ഇറങ്ങിപ്പോകില്ലല്ലോ. അതുകൊണ്ട് മലർന്നു കിടന്ന് തുപ്പാതെ കൃത്യമായി വിശദീകരണം തരാൻ നോക്കാദ്യം, എന്നിട്ട് കച്ചവടം നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഇനി നിങ്ങൾ നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് പൂട്ടിച്ചോളൂ. എന്നാലും ബാക്കി കൂടി കണ്ടുവെക്കാം. അതേപോലെ തന്നെ ഈ ഒരു ഓൺലൈൻ ഓഫീസിലേക്ക് വന്ന ശേഷം പുറലോകം പോലും ഞാനും എൻ്റെ ഫാമിലിയും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നാളെ രാവിലെ 11 മണിക്ക്, അതായത് ജൂലൈ 3-ാം തീയതി ഇതുവരെയുള്ള എനിക്ക് നേരെ വന്നിരിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കുള്ള മറുപടിയുമായി സ്ട്രോങ് ആയി ഞാൻ എൻ്റെ കാര്യങ്ങളുമായി ഞാൻ വരും. എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഓരോ വ്യക്തികളും മേടിച്ചിരിക്കുന്ന സാലറിയുടെ ക്ലിയർ ആയിട്ടുള്ള എല്ലാ എവിഡൻസുകളും എൻ്റെ പക്കലുണ്ട്. എല്ലാത്തിനുള്ള പ്രൂഫുകളുമായി ഞാൻ വരും. അതേപോലെ തന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്തവർ, എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ, നിങ്ങളുടെ പക്കൽ നിങ്ങൾക്ക് ആരാണോ എനിക്കെതിരെ വീഡിയോ ചെയ്യാനും ഉള്ള മറ്റു കാര്യങ്ങൾ തന്ന് ഇവരെ എല്ലാവരെയും കൂട്ടി ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് പറയുന്നു, അടൂരിൽ കണ്ണായ സ്ഥലത്താണ്, എൻ്റെ വീട്ടിലാണ് എൻ്റെ ഓഫീസ് നിൽക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ വരാം, ഞങ്ങളെ കാണാം. കണ്ടു മനസ്സിലാക്കിയ ശേഷം അതിനുശേഷം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് പുറം ലോകത്തെ അറിയിക്കാം. ശരി, അപ്പൊ ആരോപണങ്ങൾക്കുള്ള മറുപടികളും തെളിവുകളും എല്ലാം ആയിട്ട് ചേച്ചി രംഗത്ത് വരുമെന്നാണ് പറയുന്നത് അല്ലേ? അതെന്തായാലും നല്ലൊരു കാര്യമാണ്. അവർക്കുള്ളത് എന്താണെന്നും കൂടി പറയാനുള്ളത് നമുക്ക് കേൾക്കാലോ. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ട് ഭാഗം കൂടി കേൾക്കണം എന്നുള്ളതാണല്ലോ അതിന്റെ ഒരു ഇത്. അപ്പൊ എന്തായാലും ചേച്ചി അവരുടെ ഭാഗം കൂടി പറയട്ടെ. അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. ന്യായം ആരുടെ ഭാഗത്താണ്? അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങളുടെ ഭാഗത്ത് യാതൊരു ന്യായവും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നതും. എന്തൊക്കെയായാലും ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ഓൺലൈൻ ബിസിനസ് നിർത്തുകയാണെന്നൊക്കെ പറഞ്ഞത് ഇത്തിരി കൂടി പോയി. ആരും അത് വിശ്വസിക്കാൻ പോണില്ല എന്നുള്ളത് വേറെ കാര്യം. എന്തായാലും നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ വിശദീകരണങ്ങളുമായിട്ട് വരിങ്ങൾ. എല്ലാവരും നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. സോ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.